ഹോസ്പിറ്റലിലൊക്കെ പണ്ട് ലാസ്റ്റ് ടൈമിലൊക്കെ ഞാനൊരു ഡോക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് നല്ല നേരിട്ട് കണ്ടതാണ്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഡ്രീമും കൂടിയാണ് എന്നെ ഒരു ഡോക്ടറെ കാണാൻ. ഇത് ഇങ്ങനെ കയറുമ്പോൾ ടെൻഷൻ എന്തുണ്ടായിരുന്നു? എബ്രോഡ് പോവാണ്. സത്യം പറയട്ടെ, എനിക്ക് ടെൻഷൻ. എന്താ ടെൻഷൻ ഇല്ലാത്ത കാരണം എന്താ? കാരണം ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ ട്രൈ ആക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഇത് കിട്ടണമെന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നല്ലേ. അതിന് ടെൻഷൻ ഇല്ല. ഞാൻ ഭയങ്കര കൂടെ ആൻറ്റിജ് നല്ലൊരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ നല്ല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ക്ലാസ് തന്നെ നല്ല ക്ലാസ്സസ് ആണ്. ഏത് ലാംഗ്വേജ് ക്ലാസ് എടുക്കുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ക്ലാസ് എടുക്കുന്നത്. ടീച്ചേഴ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. നല്ല രീതിക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് തന്നെ അവർ ഇംഗ്ലീഷിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ നല്ലപോലെ ഇന്ററാക്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. ഇവിടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ വരിക. കാരണം കളിച്ചു നടക്കാൻ പറയുന്ന കുട്ടികൾക്കൊന്നും ഇവിടെ ഒരിക്കലും വരാൻ പറ്റില്ല. കാരണം ഇവിടെ നല്ലോണം പഠിക്കാനുണ്ട്. ഡെയിലി ബേസിസ് ലൈവ്. അതെ അതെ, ഇവിടെ തീരെ പറ്റില്ല. ഇന്ത്യൻ മെസ് നമുക്കുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ത്യൻ മെസ്സിൽ അത്യാവശ്യം നമുക്ക് നല്ല ഫുഡ് തന്നെ കിട്ടുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കണമെങ്കിലും ഒരു മലയാളി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുഡിനും പ്രശ്നമൊന്നുമില്ല. എബ്രോഡ് നോക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ നീറ്റൊക്കെ എഴുതിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് എന്താണ് ഒരു ടിപ്പ് കൊടുക്കാനുള്ളത്? എന്നൊക്കെ ഇപ്പോൾ അബ്രോഡ് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെവലപ്പർ വന്നോളും ഞാൻ പറയും. കാരണം അവിടെ പോയതിനു ശേഷം എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്ത് ആണ്. ആൻഡ് ഇവർക്ക് ഡയറക്റ്റ് കോൺട്രാക്ട് ഉണ്ട് ഈ യൂണിവേഴ്സിറ്റി ആയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവരോട് പറയാം. ഇടയ്ക്ക് വിസിറ്റ് ചെയ്യും. ഇവിടെ കുറേ സ്റ്റാഫ്സ് ഒക്കെ അതിൻ്റെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. സോ ഐ റെക്കമെൻഡ് സ്റ്റഡി അബ്രോഡ്.